യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ത്യ കണ്ട ശക്തരായ രാജാക്കന്മാരിൽ പ്രധാനികളായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യനും അശോക ചക്രവർത്തിയും ശിവാജിയുമൊക്കെ. അവരുടെ കാലത്ത് ദേശത്ത് പല രീതിയിലുമുള്ള നേട്ടങ്ങളുണ്ടായി. ശക്തമായൊരു നേതൃത്വത്തിന്റെ അലയടികൾ ചരിത്രപരമായി ഇന്ത്യയെ ഉയർച്ചയിലേക്ക് നയിച്ചു. ഏത് മേഖലയിലും നേതൃത്വ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും പ്രസ്ഥാനത്തിന്റെ സമൂലമായ വളർച്ച. അവരും അവരോടൊപ്പം നിൽക്കുന്നവരും ഒരേ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഒരു ശക്തിക്കും അവരെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ അത്ഭുതകരമായ ഒരു നേട്ടത്തിലേക്ക് എത്തുവാൻ അവർക്കൊക്കെ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 6-7 ഇപ്രകാരം പറയുന്നു: ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു എന്ന്. 12 അപ്പോസ്തലന്മാരോടൊപ്പം 7 തെരഞ്ഞെടുക്കപ്പെട്ടവരും കൂടിയായപ്പോൾ നേതൃത്വനിര കൂടുതൽ ശക്തിയാർജിച്ചു. 6 തുടക്കത്തിൽ സഭയ്ക്കകത്ത് പിറുപിറുപ്പ് ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ സഭയെ രണ്ടാക്കാമായിരുന്നു. എന്നാൽ അതിനവസരം കൊടുക്കാതെ ശരിയായ രീതിയിൽ പ്രശ്നം പരിഹരിച്ചതിനാൽ, മാനുഷിക ബുദ്ധിയിൽ പ്രശ്നം പരിഹരിക്കാതെ 12 പേർ കൂട്ടായി ചേർന്ന് വിശ്വാസികളോട് സംസാരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം എല്ലാവർക്കും ബോധ്യമാവുകയും ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയും ചെയ്തു. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ 7-ാം വാക്യത്തിൽ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് കാരണമായി തീർന്നു. അപ്പോസ്തലന്മാർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരുന്നപ്പോൾ ദൈവവചനം പരന്നു. കൂട്ടായ പ്രവർത്തനത്താൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. ഒരു കാലത്ത് ഈ മാർഗത്തിനെതിരായി പ്രവർത്തിച്ചിരുന്ന പുരോഹിത ഗണത്തിൽ നിന്ന് പോലും അനേകർ യേശുവിനെ അറിഞ്ഞു. 1-ാം നൂറ്റാണ്ടിൽ ഇത് സംഭവിച്ചുവെങ്കിൽ ഇന്നും ഇത് സംഭവിക്കും. എന്തുകൊണ്ട് യേശുവിൻ്റെ അനുയായികളുടെ എണ്ണം ഇന്ന് കുറയുന്നു? കോവിഡിന് ശേഷം ആരാധനാലയങ്ങളിൽ വളരെയധികം ജനം വരാതെയായി. പ്രത്യേകിച്ചും തലമുറ. ക്രിസ്ത്യാനി എന്നത് ഒരു പേരിൽ മാത്രം ഒതുങ്ങിയപ്പോൾ, പ്രാർത്ഥന കുറഞ്ഞപ്പോൾ, വചന ശുശ്രൂഷ കുറഞ്ഞപ്പോൾ അനുയായികളുടെ എണ്ണവും വളരെ കുറഞ്ഞു. ഏത് പ്രസ്ഥാനത്തെയും വളർത്തുന്നത് അനുയായികളുടെ ശക്തമായ പ്രവർത്തനം മൂലമാണ്. ഇന്ന് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നാം എന്തിനായി നമ്മെ വിളിച്ചു എന്നോ കർത്താവിൻ്റെ കൽപ്പനയെപ്പറ്റിയോ ഒന്നും തന്നെ ആലോചിക്കുന്നില്ല. ഒരു കാലത്ത് ലോകത്തെ ജയിക്കാൻ പുറപ്പെട്ടവരാണ് നാം. ലോകത്തിൻ്റെ മോഹം വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവരാണ് നാം. എന്നാൽ ലോകമെന്ന് സഭയിൽ കടന്നു, ഭവനങ്ങളിൽ കടന്നു, വ്യക്തികളിൽ കടന്നു. ആയതിനാൽ നമുക്ക് മടങ്ങി വരാം. ഒരു ഉണർവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അത് എന്നിൽ നിന്ന് പുറപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. മേശമേൽ ശുശ്രൂഷിക്കാൻ നിയോഗിക്കപ്പെട്ടവരുടെ ശുശ്രൂഷ അവിടെ മാത്രം ഒതുങ്ങിയില്ല. അവരും വചനം പ്രസംഗിച്ചു. അക്കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു സ്തേഫാനോസ് എന്ന സ്റ്റീഫൻ. അദ്ദേഹത്തെ പറ്റി നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചു. സ്തേഫാനോസിന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യേണ്ടതിന്, അദ്ദേഹവുമായി തർക്കിക്കേണ്ടതിന് ചിലർ എഴുന്നേറ്റു. 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അവർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ലിബർത്തീനർ എന്ന പള്ളിക്കാർ. പള്ളി എന്നതിൻ്റെ ശരിയായ അർത്ഥം സിനഗോഗ് എന്നാണ്. അതിനർത്ഥം മീറ്റിംഗ് പ്ലേസ് എന്നാണ്. യെരുശലേമിൽ തന്നെ അനവധി സിനഗോഗുകൾ ഉണ്ടായിരുന്നു. തിരുവെഴുത്തുകൾ വായിക്കാനും പരസ്യ ആരാധന നടത്തുവാനും യഹൂദന്മാർ ഇവിടെ ഒത്തുകൂടും. ഓരോ സിനഗോഗിനും ഒരു അധ്യക്ഷനുണ്ടായിരിക്കും. ക്രമപാലനവും ആരാധന നിയന്ത്രണവും അദ്ദേഹം ചെയ്യും. കെട്ടിടവും ഉപകരണങ്ങളും സൂക്ഷിക്കുന്നതിനായി ഒരു ശുശ്രൂഷക്കാരനും അവിടെ ഉണ്ടായിരിക്കും. തിരുവെഴുത്തിന്റെ ചുരുൾ വായിക്കുന്നവർക്ക് കൊടുക്കുന്നതും തിരികെ സൂക്ഷിച്ചു വെക്കുന്നതും അദ്ദേഹത്തിന്റെ ചുമതലയാണ്. പ്രസംഗിക്കാനും തിരുവെഴുത്തുകൾ വ്യാഖ്യാനിക്കാനും പ്രഗത്ഭരായ ആരെങ്കിലുമൊക്കെ അത് ചെയ്തു വന്നിരുന്നു. യെരുശലേമിൽ ദേവാലയം ഒന്നേ ഉള്ളൂവെങ്കിലും സിനഗോഗുകൾ പലതും ഉണ്ടായിരുന്നു. ചിതറിപ്പാർക്കുന്ന ഏത് സ്ഥലത്തും 10 യഹൂദന്മാർക്ക് കൂടി വരുവാൻ ഒരു സിനഗോഗ് പണിയാമായിരുന്നു അന്നൊക്കെ. ലിബർത്തീനർ എന്നാൽ വിമോചിതരുടെ എന്ന് വിളിക്കപ്പെടുന്ന സിനഗോഗിലെ അംഗങ്ങൾ എന്ന് അർത്ഥമാക്കുന്നു. ജനറൽ പോംപി BC 63 റോമിലേക്ക് അടിമകളായി കൊണ്ടുപോയതും പിൽക്കാലത്ത് വിമോചിതരായവരുമായ സന്തതികളാണ് ഇക്കൂട്ടർ എന്ന് ചരിത്രം പറയുന്നു. രണ്ടാമതായി കുറേന. വടക്കേ ആഫ്രിക്കയിലെ ലിബിയ സംസ്ഥാനത്തിലെ ഒരു പട്ടണമാണ് കുറേന. ഇത് പിൽക്കാലത്ത് റോമക്കാർ കൈവശമായി തീർത്തു. റോമിൻ്റെ നെൽപ്പുരയായിരുന്നു കുറേന.
പിൽക്കാലത്ത് അനേക യഹൂദന്മാർ അവിടേക്ക് കുടിയേറുകയും ചെയ്തു. ധാന്യ വ്യവസായം അവരുടെ കുത്തകയായി മാറുകയും ചെയ്തു. ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാർ അധികമായി വർദ്ധിച്ചു വരികയും മതപരമായും സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും അവർ വളരുകയും ചെയ്തു. യേശുവിൻ്റെ ക്രൂശ് ചുമന്ന ഷീമോൻ ഈ കുറേനക്കാരനായിരുന്നു എന്ന് നമുക്കറിയാം. മൂന്നാമതായി കിലിക്കിയ. ഇത് ആസിയയിലെ ഒരു പട്ടണമായിരുന്നു. അപ്പോസ്തലനായ ശൗൽ അല്ലെങ്കിൽ പൗലോസ് ഈ പട്ടണത്തിൽ നിന്നുള്ള തർസോസുകാരനായിരുന്നു. നാലാമതായി ആസിയ. പുതിയ നിയമത്തിൽ ആസിയ എന്ന് വിളിക്കപ്പെടുന്നത് റോമൻ പ്രവിശ്യയാണ്. ഏഷ്യ മൈനറിന്റെ പടിഞ്ഞാറായി ഇത് സ്ഥിതി ചെയ്യുന്നു. എഫേസോസ് ആണ് ഇതിന്റെ തലസ്ഥാനം. പെർഗമോസും സ്മുർണയുമൊക്കെ ഇതിലെ പ്രധാന പട്ടണങ്ങളുമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്കുള്ള ദൂത് ഈ പട്ടണത്തിലുള്ള ഈ സഭകൾക്കും എഴുതി എന്ന് നാം കാണുന്നുണ്ട്. ഈ പറഞ്ഞ 5 കൂട്ടം ജനപ്രതിനിധികൾ സ്തേഫാനോസിനോട് വാദിച്ചു. യൂറോപ്പിൽ നിന്നുള്ള 1 കൂട്ടവും ആഫ്രിക്കയിൽ നിന്നുള്ള 2 കൂട്ടവും ഏഷ്യയിൽ നിന്നുള്ള 2 കൂട്ടവും 3 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സ്തേഫാനോസിനോട് തർക്കിക്കാനായി വന്നു. സ്തേഫാനോസ് പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല. യേശു ഭൂമിയിലായിരിക്കുമ്പോൾ പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 11ഉം 12ഉം വാക്യങ്ങളിൽ പറഞ്ഞു, നിങ്ങളെ പള്ളികൾക്കും കോടതികൾക്കും അധികാരികൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിവേദിക്കേണ്ടു എന്നും എന്ത് പറയേണ്ടു എന്നും വിചാരപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. പ്രിയ ദൈവപൈതലെ, ദൈവവചനം പ്രസംഗിച്ചാലേ ശിഷ്യന്മാർ കൂടിയാലേ എതിർപ്പുള്ളൂ, പീഡയുള്ളൂ. എന്തുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ ദേവദാസന്മാർ പീഡിപ്പിക്കപ്പെടുന്നു? അവർ യഥാർത്ഥമായി ദൈവവേല ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നു, സഭ പെരുകുന്നു. ഇത് കണ്ടുകൊണ്ട് മറ്റൊരു കൂട്ടർക്ക് ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അവർ പീഡ ആരംഭിക്കുന്നു. ഇന്ന് നാം ആയിരിക്കുന്ന സ്ഥലത്ത് ദൗത്യം മറന്ന് ഉറങ്ങുന്നവരായി തീരുമ്പോൾ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രതികൂലവുമില്ല. ആയതിനാൽ ഉണരുക, എഴുന്നേൽക്കുക. സ്തേഫാനോസിനെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ, നമ്മുടെ പിതാക്കന്മാരെ പോലെ കർത്താവിൻ്റെ വേല ചെയ്യുക. അന്ത്യകാലം അടുത്തു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഗോഡ് ബ്ലസ് യു ഓൾ.